പബ്ലിക് പ്ലേസിൽ കിടന്ന് മാപ്രകൾ തല്ലുകൂടുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിസ്സാരക്കാരല്ല, സാക്ഷാൽ മാതൃഭൂമിയുടെ മാപ്രകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതും കുട്ടികളെ പോലെ ഒരു ക്ഷണക്കത്തിന്റെ പേരും പറഞ്ഞ് പൊതുമധ്യത്തിൽ കിടന്ന് ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ തല്ലുകൂടിയ സംഭവമാണിത്. കണ്ടിരുന്നവർക്കൊക്കെ വളരെ രസകരമായ ഒരു രംഗമായിരുന്നു. കഷ്ടം, നമുക്ക് മിസ്സായി. സാരമില്ല, ആ സംഭവം നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. മാപ്രകൾ ഇങ്ങനെ പബ്ലിക്കായി തല്ല് പിടിക്കുമോ? അതും ഇത്രയും നിസ്സാര കാര്യത്തിന് വേണ്ടി? ബോധമുള്ളവരുടെ കാര്യമല്ലേ നമുക്കിങ്ങനെ ആലോചിക്കാൻ സാധിക്കൂ. എന്നാൽ ബോധമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ എന്ത് പറയാനാണ്? പറഞ്ഞു വരുന്നത് മലയാളത്തിന്റെ സ്വന്തം മാപ്രയായ മാതൃഭൂമിയെ കുറിച്ചാണ്. നാണക്കേട് കാരണം നിലവിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണവർ. അല്ലെങ്കിലേ ഉള്ള കോൺഗ്രസുകാരെ വെളുപ്പിച്ച് ഉള്ള വിലയൊക്കെ പോയി കിടക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പുതിയ കേസും വരുന്നത്. അതെ, മാതൃഭൂമിയുടെ സ്വന്തം മാപ്രകളാണ് പൊതുമധ്യത്തിൽ വെച്ച് മുന്നും പിന്നും നോക്കാതെ അടിപിടി കൂടിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന ലേബലും വെച്ച് വളരെ തരം താഴ്ന്ന രീതിയിൽ അസഭ്യം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ തല്ല്. ഇതൊക്കെയാണ് അന്തസ്. മാനം കാത്തല്ലോ, കൊള്ളാം. എന്തായാലും സംഭവിച്ചത് ഒന്ന് വിശദീകരിക്കാം. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അഥവാ TTPCയുടെ യോഗത്തിൽ വെച്ചാണ് മാതൃഭൂമിയുടെ സ്വന്തം മാപ്രകൾ പരസ്യമായി പോരടിച്ചത്. ഇതോടെ നാണം കെട്ട മാനേജ്മെന്റിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ മാതൃഭൂമി MD ആയ ശ്രേയാംസ് കുമാർ എഡിറ്റർ മനോജ് K ദാസിന് നിർദ്ദേശം നൽകിയിട്ടൊക്കെ ഉണ്ട്. എന്തന്വേഷണം നടത്തിയിട്ട് എന്താണ്? അടിയും ഇടിയും ഒക്കെ കഴിഞ്ഞ് നല്ല അസല് ചീത്തവിളിയും നടത്തി. ഇതൊക്കെ നാട്ടുകാർ മുഴുവൻ കേട്ട് നാണക്കേടുമായി. ഇനിയിപ്പോ എന്ത് കേസും, ഇനി എന്ത് അന്വേഷണവും? TTPC യോഗത്തിൽ തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രതിനിധി എന്ന പേരിൽ പങ്കെടുക്കാൻ എത്തിയ പ്രസിഡന്റ് MB ബാബുവും മുൻ പ്രസിഡന്റായ O രാധികയും തമ്മിലുള്ള വഴക്കിടലിൽ യോഗം തന്നെ അലങ്കോലമായെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഇനി ആ തല്ലുകൂടലിന്റെ കാരണം പറയാം. TTPC അംഗമായി തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയിരുന്നു. TTPC അംഗങ്ങൾക്ക് പരസ്യങ്ങളും കരാറുകളും അനുവദിക്കുന്നതിലും പാസുകൾ വിതരണം ചെയ്യുന്നതിലും അധികാരമുള്ളതുകൊണ്ട് ലാഭകരമായ ഒരു ഏർപ്പാടാണത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗത്തിൽ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റായ O രാധിക പങ്കെടുക്കവെയാണ് പുതിയ പ്രസിഡന്റായ ബാബു എത്തിയത്. ഇരുവർക്കും പങ്കെടുക്കാൻ വകുപ്പില്ല എന്ന് അധ്യക്ഷത വഹിച്ച ജില്ലാ കലക്ടർ അവിടെ വ്യക്തമാക്കുകയാണ്. ഇതോടെ ആര് പങ്കെടുക്കണം എന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ലാഭമുള്ള കേസല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പ്രസ് ക്ലബ് ഇമെയിലിൽ കിട്ടിയ ക്ഷണം തങ്ങൾക്കുള്ളതാണെന്നായി ഇരുവരും. അംഗത്വം പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആൾക്കാണെന്നും വ്യക്തിക്കല്ല ക്ഷണമെന്നും കലക്ടർ വ്യക്തമാക്കിയെങ്കിലും മുൻ പ്രസിഡന്റ് O രാധിക യോഗത്തിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയതേയില്ല. യോഗത്തിന്റെ ഇടയ്ക്ക് കൂടെ ഇരുവരുടെയും വാക്കേറ്റം ഇങ്ങനെ തുടർന്നപ്പോൾ തർക്കം പ്രസ് ക്ലബിൽ തീർത്താൽ മതിയെന്ന് മറ്റംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മാതൃഭൂമി തൃശൂർ ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഇരു മാപ്രകളും വാക്പോരിൽ ഏർപ്പെട്ടത് മറ്റംഗങ്ങൾക്ക് തമാശയുമായി. കണ്ടിരിക്കാമല്ലോ. കലക്ടർ നിലപാട് കടുപ്പിച്ചതോടെ രണ്ടു പേർക്കും ഗത്യന്തരമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. പ്രസ് ക്ലബിൽ എത്തിയ ശേഷം ഇരുവരും തമ്മിൽ ചീത്തവിളി ആയതോടെ തർക്കം തീർക്കാൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. സംഭവം പാട്ടായതോടെ ചിലർ മാതൃഭൂമി മുതലാളിയെയും വിവരം അറിയിച്ചു. സ്ഥാപനത്തിന് നാണക്കേടായ ഈ ഒരു സംഭവത്തിൽ നടപടിയെടുക്കാനാണ് എന്തായാലും എഡിറ്റർക്ക് നൽകിയ നിർദ്ദേശം. എങ്ങനെ ഇരിക്കുന്നു? ഒരു നാണവും മാനവും ഇല്ലാത്ത കൂട്ടങ്ങൾ, അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? എന്തായാലും മാതൃഭൂമി പേടിക്കേണ്ട, നിങ്ങൾക്കിപ്പോ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല. അപ്പോ അത് പോകുമെന്ന പേടിയേ വേണ്ട, ഉണ്ടെങ്കിലല്ലേ പോകുള്ളൂ. അപ്പൊ ഈ തല്ല് കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുവരെ നന്ദി.